ഗുഡ് മോർണിംഗ്. മഴ നനഞ്ഞു നിൽക്കുന്ന നമ്മുടെ നീലയാമ്പലിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതളുകളിലൊക്കെ വെള്ളത്തുള്ളികളായിട്ട്. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ വൈറ്റ് പിയോണിയുടെ ഒരു ചെറിയ പോട്ടൊന്ന് ട്യൂബറൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ലോട്ടസ് ട്യൂബറാണ് വൈറ്റ് പിയോണി. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ ചട്ടിയിൽ നട്ടിരുന്ന നമ്മുടെ വൈറ്റ് പിയോണി ട്യൂബർ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ടെറസിലേക്ക് ഒരു ചാക്കൊക്കെ വിരിച്ചിട്ട് നമ്മൾ മുഴുവനായിട്ടും നമ്മുടെ പോട്ട് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ട്യൂബറൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തു കേട്ടോ. ഈ ഒരു ചെറിയ ചട്ടിയിലാണെങ്കിലും നമ്മുടെ വൈറ്റ് പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ട്യൂബർ നട്ടാലും റണ്ണർ നട്ടാലും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു ലോട്ടസാണ് വൈറ്റ് പിയോണി. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചട്ടിയിൽ നട്ടു വെച്ചാലും അത്യാവശ്യം വലിയ പൂക്കൾ തന്നെ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ട്യൂബറൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. ആ കൂട്ടത്തിൽ നമുക്കൊരു റണ്ണർ കിട്ടിയിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ ഞാൻ നമ്മൾ എടുത്ത ചട്ടിയിൽ തന്നെ ആ ഒരു മണ്ണിലേക്ക് നടുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ട്യൂബർ എടുക്കുമ്പം അത് റണ്ണറാണേലും ട്യൂബറാണേലും ആ ഒരു ചട്ടിയിലേക്ക് നടും. പിന്നെ ചെടിയൊന്ന് പിടിച്ച് വന്നതിന് ശേഷമായിരിക്കും വളമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റണ്ണറിന് പ്രത്യേകിച്ച് നമുക്ക് വളമൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല ആദ്യം തന്നെ. അപ്പം ഇതാണ് നമ്മുടെ വൈറ്റ് പിയോണിയുടെ സുന്ദരിയായിട്ടുള്ള ഫ്ലവർ കേട്ടോ. അപ്പോൾ ട്യൂബർ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണേ.